ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 73/2025 ചോദിച്ച ക്ലർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാ? ആൻസർ സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം സവർണ ജാഥ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയതാര്? ജെയിംസ് ഓട്ടിസ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടുകിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകമാണ് ലോക്ടക്. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടുകിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകമാണ് ലോക്ടക്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാതങ്ങൾ. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് പശ്ചിമവാതങ്ങൾ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലകൾ. കേരളത്തിൽ ചീനകളി മണ്ണിന് പ്രസിദ്ധമായ സ്ഥലമാണ് കുണ്ടറ. ചീനകളി മണ്ണിന് പ്രസിദ്ധമായ സ്ഥലം കുണ്ടറ. മോഷാർ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യമാണ് യമൻ. മോഷാർ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം യമൻ. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം 1982. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്നത് 1982. താഴെ കൊടുത്തിരിക്കുന്നവയെ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം ക്ഷീരോത്പാദനം. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ് പ്രധാനമന്ത്രി. 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് സി ആണ്. ബാക്കി 3 ഉദാരവൽക്കരണത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക. അപ്പോൾ 1991 ഉദാരവൽക്കരണത്തിൽ വരുന്നവ ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി നിയമിതനായത് സഞ്ജയ് മൽഹോത്ര. 26ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 69ാമത് അംഗമായ രാജ്യമാണ് ഇസ്രായേൽ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യമാണ് ഇസ്രായേൽ. ഇന്ത്യയെ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന 1, 2, 4 ശരിയാണ്. പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 40 ആണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്തറായ് മേത്തയാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതിയാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40 ആണ്. ഇന്ത്യ പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽവന്തറായ് മേത്തയാണ്. ഇന്ത്യ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 14, 19, 21. സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ 14, 19, 21. താഴെ തന്നിരിക്കുന്ന ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏതാണ്? അതായത് ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരമാണ് സൈബർ നിയമങ്ങൾ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമയം ഉണ്ടായിരുന്ന ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണ്?
പരിത്യാഗം, പൗരത്വപഹാരം, നിർത്തലാക്കൽ. പരിത്യാഗം, പൗരത്വപഹാരം, നിർത്തലാക്കൽ. ഇത് 3 രീതിയിലാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ പൗരത്വം നഷ്ടമാകുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ഡി ഗുഗേഷ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ 1600. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്ന് മാത്രം. കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. എന്താണ് കിഫ്ബി? കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖ താഴെ ഉൾപ്പെട്ട വിഭാഗങ്ങളിലെ വ്യക്തികൾക്ക് എത്ര രൂപ ഫീസായി നൽകണം? ഫീസ് ഇല്ല. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ. അപ്പോൾ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സംസ്ഥാനത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ 1967 രൂപ നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരണത്തിന് മുൻപ് സംസ്ഥാന നിയമസഭകളിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ. 2021 നിലവിൽ വന്ന എത്രാമത്തെ കേരള നിയമസഭയാണെന്ന് ചോദിച്ചാൽ 15ാമത്തെ കേരള നിയമസഭയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് കെ-സ്മാർട്ട്. ആരാണ്? ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് കെ-സ്മാർട്ട്. എന്തിനു വേണ്ടിയിട്ട്? കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് കെ-സ്മാർട്ട്. ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ സ്പീഷ്യസിൻ്റെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥയെ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് റിവറ്റ് പോപ്പർ സിദ്ധാന്തം. റിവറ്റ് പോപ്പർ സിദ്ധാന്തം എന്താണ്? ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥയെ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് റിവറ്റ് പോപ്പർ സിദ്ധാന്തം. HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്ന ഏതാണ്? ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉണർവ്. ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്ന ഏതാണ്? സൈക്ലോസ്പോറിൻ A ആണ്. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ താഴെ പറയുന്ന ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉം 4ഉമാണ്. ന്യൂട്രോഫില്, മോണോസൈറ്റ്, മാക്രോഫാജസ് ആണ്. അപ്പം ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫില്, മോണോസൈറ്റ് ആൻഡ് മാക്രോഫാജസ്. കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 1ഉം 2ഉമാണ്. മൈക്രോ RNA കണ്ടുപിടുത്തം, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന് അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് പഹൽഗാം. ആട്ടിടയന്മാരുടെ താഴ്വര. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണമാണ് വയലറ്റ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണമാണ്
വയലറ്റ്. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിൽ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? കർഷണ ബലം. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് കർഷണ ബലം. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് കരം. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്ക. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരാണ് S-400 ട്രയംഫ്. ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം കുറയുന്നു. ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? S ബ്ലോക്കിൽ പെടുന്നു. അമോണിയയുടെ തന്മാത്രാഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കുമെന്ന് വെച്ചാൽ 44.8. താഴെ പറയുന്ന ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. താഴെ തന്നിരിക്കുന്നവ അനുഷ്ഠാന കല അല്ലാത്തത് കൂടിയാട്ടമാണ്. അപ്പോൾ അനുഷ്ഠാന കലയാണ് തെയ്യം, പടയണി, മുടിയേറ്റ്. തെയ്യം, പടയണി, മുടിയേറ്റ്. കൂടിയാട്ടം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കലയല്ല. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് GV രാജയാണ്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കുഞ്ഞനന്തൻ നായർ. താരിത മാമക ഹൃദയം വീണുതു ചേരട്ടെ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നത് ശരി ഉത്തരം. ഈ വരിയുടെ കൃതി എന്ന് പറയുന്ന കൃതി ഇരുൾ ചിറകുകളാണ്. സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകളാണ്. കേരള സാഹിത്യ നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ പായൽ കബാഡിയ. 2021 സരസ്വതി സമ്മാന പുരസ്കാരത്തിന് അർഹയായ രൗദ്ര സ്വാത്തികത്തിൻ്റെ കർത്താവാണ് പ്രഭ വർമ്മ. ഡാഷ് ഒരു ഉദാഹരണമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. HDMIയുടെ പൂർണ്ണരൂപം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ആണ്. ജിമ്മിൽ ഒരു ആനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. GIF. താഴെ പറയുന്ന വെബ് ബ്രൗസർ അല്ലാത്തത് ഗൂഗിളാണ്. അപ്പോൾ വെബ് ബ്രൗസേഴ്സ് ആണ് മോസില്ല ഫയർഫോക്സ്, ഡക്ക്, ഡോൾഫിൻ. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങൾ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 2 ആണ്. ഷെഡ്യൂളുകളുടെ എണ്ണം 2 ആണ് വിവരാവകാശ നിയമത്തിൽ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വകുപ്പുകൾ 107 ആണ്. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് 2005 ഒക്ടോബർ 13 ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത്. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി ഇല്ല. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? തലശ്ശേരി. ഇ സ്പോർട്സ് കേന്ദ്രം തലശ്ശേരി. 2020 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ.